أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഈ വീഡിയോയിൽ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയുകയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. കാരണം ആദ്യമേ പറയുന്നതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് മറതി മനുഷ്യർക്കുള്ളതാണ്, മറന്നുപോകും എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. ഞാൻ ഈ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായിട്ടുള്ളൊരു ദിക്റാണ്. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ ഈ ദിക്റിൻ്റെ ഗുണങ്ങൾ അല്ലാഹുവേ വാനോളം നമ്മൾ പോഴ്ത്തിക്കഴിഞ്ഞാലും ഈ ദിക്റിൻ്റെ ഗുണം പറഞ്ഞു തീർക്കാൻ ആരാലും സാധ്യമല്ല. അത്രത്തോളം വലിയൊരു ദിക്റാണ്. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് ബുദ്ധിമുട്ടുകൾ നമുക്ക് സംഭവിച്ചാലും ശരി, എന്ത് പ്രയാസങ്ങൾ നമുക്കുണ്ടായാലും ശരി, എന്ത് വൈഷമ്യങ്ങൾ നമുക്കുണ്ടായാലും ശരി, അല്ലാഹുവിലേക്ക് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഈ ദിക്റിനെ അങ്ങ് സ്വീകരിക്കുകയും അത് ഇന്നല്ലെങ്കിൽ നാളെ ഏത് നിയത്ത് വെച്ചാണോ നിങ്ങൾ ചൊല്ലിയത് ആ ചൊല്ലിയതിന് തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല തരികയും നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം പരിഹാരമാക്കി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരികയും ചെയ്യും. പക്ഷേ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ദിക്റങ്ങ് ചൊല്ലിയിട്ട് ഉടനെ എൻ്റെ കാര്യം സാധിച്ചില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ ഈ ദിക്ർ ചെല്ലുന്നത് എന്നുള്ള ചിന്താഗതി ഒരു ശകലം പോലും നിങ്ങൾ മനസ്സിൽ വയ്ക്കല്ലേ. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഭൗതികമായിട്ട് സംസാരിക്കുന്നു, വല്ല പ്രയോജനവും നമുക്കുണ്ടോ? ഒരാളിനെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്ത് പ്രതിഫലമാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത്? ഒന്നുമില്ല. അവസാനം കുറച്ച് ആരുടെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്ന സ്വഭാവം ഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ളതാണ്. എന്നാൽ ഈ ദിക്റൊന്ന് ചൊല്ലിയാൽ ഇതിൻ്റെ ഗുണംസത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഭവനത്തിൽ എന്താണോ വിഷമമുള്ള കാര്യങ്ങൾ എന്താണോ സിർ ഏറ്റിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സിറിനെ അങ്ങ് മാറ്റിത്തരും. മറ്റെന്തെങ്കിലും ശൈത്താനിയത്ത് റുഹാനിയത്ത് സിർ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരും. ഈ ദിക്റിൻ്റെ ശബ്ദമൊന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോടി മാറിപ്പോകുന്നതാണ്. മാത്രമല്ല ഈ നിലവാരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കുടുംബത്ത് വലിയ വലിയ വിഷമേറിയ ഘട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനെ എല്ലാത്തിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. താമസം കൂടാതെ കണ്ട് തന്നെ എല്ലാത്തിനും മാറ്റങ്ങൾ ഇങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ, നിങ്ങളെ ഭവനത്തിൽ ഇങ്ങനെ വന്നു കയറുമ്പോൾ അന്ന് നിങ്ങൾ ചിന്തിക്കും, അല്ലാ ഇതെല്ലാം എനിക്ക് എങ്ങനെ ഉണ്ടായി തമ്പുരാനേ, അർഹമറാഹിനായ തമ്പുരാനേ, ഇന്നീ ഉണ്ടായ സൗഭാഗ്യങ്ങളെല്ലാം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ടങ്ങ് ചിന്തിച്ചു പോകുന്നതായ ഒരവസരം നമുക്കുണ്ടാകും. ഒരു ദിക്ർ ആരെങ്കിലും അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ചെല്ലിയാൽ അതിന് തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും തരും, പരലോകത്തും അല്ലാഹു തരുന്നതാണ്. ഇവിടെ കൊണ്ടത് തീരുന്നില്ല, പരലോകത്തിലേക്കും അത് റിക്കാർഡാണ്. പരലോകത്തിലേക്കെന്ന് പറഞ്ഞാൽ ഏതെല്ലാം ഭാഗത്ത് അത് നിൽക്കുമെന്നറിയുമോ? അതൊന്ന് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. നിങ്ങളുടെ സക്രാത്ത് സമയത്തും ഈ ദിക്ർ നിങ്ങൾക്ക് പ്രയോജനമാണ്. ഇതിൽ കൂടുതൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആ സക്രാത്ത് സമയത്ത് ഈ ദിക്ർ നിങ്ങൾക്ക് പ്രയോജനമാകുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശ്വാസം നിങ്ങൾക്ക് പൂർണ്ണമാക്കി തരുന്നില്ലേ? അത് ഈ വലിയ നിധി എന്താണ്? അത് പിന്നീട് നിങ്ങൾക്ക് എന്ത് വേണം? വിശ്വാസം നിങ്ങൾക്കങ്ങ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സ്വർഗമല്ലേ? ഖബറിൽ നിങ്ങളങ്ങ് രക്ഷപ്പെട്ട് പിന്നെ മഹ്ശറയിലങ്ങ് ചെല്ലുമ്പോൾ അല്ലാഹു തരുന്ന സ്വർഗമല്ലേ? ഖബറിൽ നിങ്ങൾക്ക് സ്വർഗമല്ലേ തരുന്നത്? അപ്പം ദിക്ർ കൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും നിങ്ങൾക്ക് തരുന്നു എങ്കിൽ ആ ദിക്റിനെ നിങ്ങളങ്ങ് മാറ്റിവെക്കല്ലേ. ഈ ദിക്ർ ചെല്ലുമ്പോൾ ആത്മാർത്ഥമായി മനഃശുദ്ധിയോടുകൂടി ഈ ദിക്ർ നിങ്ങൾ ചെല്ലണം. അല്ലാതെ കണ്ട് ഒരു ഒഴിഞ്ഞ രീതിയിൽ കൂടി ഇത് ചെല്ലിയാൽ വല്ല ഗുണവും ഞങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള ധാരണ വേണ്ട. എല്ലാത്തിനും പരിഹാരമാണ് ഈ ദിക്ർ. സകല ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു കുടുംബത്തിനുണ്ടോ, ഒരു മനുഷ്യനിക്കുണ്ടോ, അതിനെല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തക്കതായ ഗുണങ്ങൾ അത് നമുക്ക് കിട്ടും. അതിനെല്ലാം പരിഹാരമാക്കി തരികയും ചെയ്യും. ഒരു ശത്രു പോലും നിങ്ങളോട് എതിർക്കാൻ വരികയില്ല.
ദിക്റുകൾ കുറേ അങ്ങ് ചൊല്ലിക്കൊണ്ട് നിങ്ങളൊന്ന് യാത്ര ചെയ്യൂ. ഒരാൾ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അയാളിൽ നിന്നും നിങ്ങൾക്ക് ബഹുമാനമാണ് കിട്ടുന്നത്. അല്ലാതെ കണ്ടൊരു പുച്ഛം നിങ്ങൾക്കുണ്ടാകില്ല, ഒരു ഭയപ്പാട് നിങ്ങൾക്കുണ്ടാകില്ല. യാത്രയിൽ നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതാണ്. അതുകൊണ്ട് തക്കാലം ഞാനിപ്പോൾ ഇത്ര ഇത് പറയുന്നുള്ളത്. ഞാനിതാ ഈ ദിക്ർ ചെല്ലാൻ പോകുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الله يا الله يا هو يا رب يا نور يا الله يا الله يا الله يا هو يا رب يا نور يا الله يا الله يا الله يا هو يا رب يا نور يا الله. ഇതൊക്കെ ചെല്ലണം. എത്ര പ്രാവശ്യം ചെല്ലണമെന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന് ശേഷം ചെല്ലിയാൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്നതാണ്. അല്ലാത്ത സമയങ്ങളിലും ഇത് ചെല്ലാം. 151 പ്രാവശ്യമാണ് ഇതിൻ്റെ കണക്ക്. 101 പ്രാവശ്യം നിങ്ങളിത് ചെല്ലണം. അത് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞേരെ. അപ്പോൾ ഇതിലെ ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു തരുന്നത്. അതുകൊണ്ട് 101 പ്രാവശ്യം മറക്കാതെ ഈ ദിക്റങ്ങ് ചെല്ലുകയും ആ ദിക്റങ്ങ് ചെല്ലിയതിനു ശേഷം പടച്ചവനെ അർഹമറാഹിമായ അല്ലാഹ് ഈ ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഇന്ന ആവശ്യങ്ങളാണ് തമ്പുരാനെ എന്നൊരു ചെറിയ ദുആ കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സ്വീകരിക്കും. ഞാനിപ്പോൾ ഇത്രയേ ഇതിനകത്ത് പറയുന്നുള്ളൂ. തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.